ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ പൈസ ഇടണോ, പൈസ ഇട്ടാൽ വല്ലതും കിട്ടുമോ? എല്ലാവരും പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ പൈസ കിട്ടുമോ, മ്യൂച്വൽ ഫണ്ടിൽ പൈസ കിട്ടുമോ. പക്ഷേ മ്യൂച്വൽ ഫണ്ട് എടുത്ത് നോക്കുമ്പോൾ കാണാം ഒരായിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ട് കാണാം. പക്ഷേ അത് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല. ഏതിനകത്ത് പൈസ ഇട്ടാണല്ലോ കൂടുതൽ പൈസ കിട്ടുന്നത്, ഏത് രീതിയിൽ പൈസ ഇടണം, എത്ര രൂപ ഇടണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സംശയമാണ്. അപ്പം മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ എനിക്കറിയാവുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. അതായത് സംഭവം സിമ്പിളാണ്. മ്യൂച്വൽ ഫണ്ടിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നേരെ ഫോൺ പേ എടുക്കുക. ഫോൺ പേക്കകത്ത് അതിനിടയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും SIP എന്നൊരു സംഭവം കിടപ്പുണ്ട്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അതാണ് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോ മ്യൂച്വൽ ഫണ്ട് എടുത്ത് നോക്കുക, അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേണും കാര്യങ്ങളൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഇപ്പോൾ ഫോൺ പേ ഞാൻ പറഞ്ഞ കാരണം വെച്ചാൽ എല്ലാവരുടെയും കയ്യിലുള്ള സാധനമാണ് ഫോൺ പേ. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് അറിയാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിനോട് പറഞ്ഞപ്പോഴത്തേക്ക് മ്യൂച്വൽ ഫണ്ട് പുള്ളിക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഫോൺ പേ ഉണ്ടോ, ഫോൺ പേ ഉണ്ടെന്ന് പറഞ്ഞു. ഫോൺ പേ എടുക്കുക, അതിനിടയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള സെറ്റപ്പ് ഉണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പിടികിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എടുത്ത് നോക്കി, എത്ര സിമ്പിളാണ് അവരുടെ പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ അത്രയും സിമ്പിളാണ് സംഭവം. പിന്നെ ഓരോ മ്യൂച്വൽ ഫണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ കാര്യങ്ങൾ, പിന്നെ FD വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം, അതെല്ലാം അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മാസം 5000 അല്ലെങ്കിൽ 10000 അല്ലെങ്കിൽ 50000 അല്ലെങ്കിൽ 1 ലക്ഷം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതിൻ്റെ റിട്ടേൺസും അതെ 3 വർഷത്തെ അല്ലെങ്കിൽ 5 വർഷം വരെയുള്ള റിട്ടേൺസ് കമ്പാരിസനൊക്കെ അതിനകത്ത് കാണിക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് SIP ആയിട്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ലംസമായിട്ടും ചെയ്യാം. ലംസമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് റിട്ടേൺ കൂടുതലായിരിക്കും. അപ്പോൾ എങ്ങനെ വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ ലാഭം ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഒരു 99% ഷുവറാണ്. 1% അവിടെ നിൽക്കട്ടെ, ഇനി ലാഭം ഉണ്ടായില്ലെങ്കിലോ. പക്ഷേ ഇത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ്സാണ്. നിങ്ങൾ ആദ്യത്തെ ഒരു 3 കൊല്ലത്തേക്ക് ലാഭം ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്നതല്ല. കണ്ടിന്യൂസ് ആയിട്ടൊരു 10-20 കൊല്ലത്തേക്ക് ചെയ്യുമ്പോഴത്തേക്കും മാർക്കറ്റിലെ വേരിയേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എല്ലാത്തിൻ്റെയും പെർഫോമൻസ് കുറയും. മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ഡബിളായിട്ട് തന്നെ പെർഫോമൻസ് കൂടും. അപ്പം മാർക്കറ്റ് ഇങ്ങനെ ഒരു സിക്സാക് മോഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടില്ലേ, മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജക്റ്റഡ് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് സംഭവം. അപ്പം മാർക്കറ്റ് മേലോട്ട് പോകുമ്പോഴത്തേക്കും മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ മേലോട്ട് പോകും. മാർക്കറ്റ് താഴോട്ട് പോകുമ്പോഴത്തേക്കും മ്യൂച്വൽ ഫണ്ടുകളും താഴോട്ട് പോകും. പക്ഷേ ഒരു ലോങ് റണ്ണിൽ മ്യൂച്വൽ ഫണ്ട് ഉറപ്പായിട്ട് നല്ല ലാഭം തരും. പിന്നെ അത് മാത്രമല്ല, ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയൊക്കെ കൂടുതലൊക്കെ ലാഭം മ്യൂച്വൽ ഫണ്ടിൽ കിട്ടും. പിന്നെ മ്യൂച്വൽ ഫണ്ട് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷനൊക്കെ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. ഒരു സാധനങ്ങളുടെ വില താഴോട്ട് പോകുന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. താഴോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഇരട്ടിയായിട്ട് അതിൻ്റെ വില മേലോട്ട് തന്നെ പോകും. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് പെട്രോളിൻ്റെ വില കുറയുന്നു പറയുന്നുണ്ട്. 40 രൂപ കിടന്ന പെട്രോൾ ഞാനിപ്പോൾ നോക്കുന്നുണ്ട്, അതിപ്പോൾ 100 രൂപയ്ക്ക് മുകളിലായി. അപ്പോൾ അതാണ് കുറയുന്നു എന്ന് പറയുമ്പോൾ 2 രൂപ താഴോട്ട് പോകുമ്പോഴത്തേക്കും 10 രൂപ മേലോട്ട് പോകും. അതാണ് വില കുറയുക എന്ന് പറഞ്ഞതിൻ്റെ വാസ്തവം. അപ്പം വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരും. ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് മേലോട്ട് പോകും, വില കൂടും. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നിടത്തോളം കാലം ഒരു സാധനങ്ങളും വില കുറയത്തില്ല, എല്ലാത്തിനും വില കൂടത്തേ ഉള്ളൂ. വില കൂടുന്നൊരു സാഹചര്യത്തിൽ ഇൻഫ്ലേഷനും കൂടും. അതനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു വഴിയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പം FD കിട്ടുകഴിഞ്ഞാൽ 7%ആണ് അതിൻ്റെ റിട്ടേണൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 10 തൊട്ട് 30-40, ഇപ്പോൾ കോൺസിൻ്റെ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 30-40 വരെ ശതമാനം റിട്ടേണൊക്കെ തരുന്ന മ്യൂച്വൽ ഫണ്ടുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡൈവേഴ്സിഫൈ ചെയ്ത് തന്നെ ഇടുക. കാരണം എന്ന് വെച്ചാൽ കയ്യിലുള്ള എല്ലാ പൈസയും കൊണ്ട് ഒരു സെഗ്മെൻറ്റോട്ട് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു പണി പാളിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പണി പാളും. എല്ലാ പൈസയും കൊണ്ട് ഒരു മ്യൂച്വൽ ഫണ്ട് ഇടല്, ഡൈവേഴ്സിഫൈ ചെയ്ത് 1-2 മ്യൂച്വൽ ഫണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്, ലാർജ് ക്യാപ്പ് ഉണ്ട്, അങ്ങനെ പല സൈസ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരിടത്ത് നഷ്ടം വരുമ്പോഴത്തേക്കും മറ്റിടത്ത് ലാഭം വരും. അപ്പോൾ അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റോക്സിനകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. എല്ലാ പൈസയും കൊണ്ട് ഒരു സ്റ്റോക്സിനകത്ത് ഇടാതെ ഡൈവേഴ്സിഫൈ ചെയ്ത് 4-5 സ്റ്റോക്സിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്സിനകത്ത് നഷ്ടം വരുമ്പോഴത്തേക്കും മറ്റേ സ്റ്റോക്സിനകത്ത് ലാഭം ഈ നഷ്ടം അങ്ങ് കവർ ആയിക്കോളും. അപ്പോൾ അങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. അതിനാണ് ഡൈവേഴ്സിഫൈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുക. അപ്പോൾ സ്റ്റോക്സിനാണെങ്കിലും ശരി മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും ശരി ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാഭം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ഹൈ റിസ്ക് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ ഒരു ബാക്കപ്പ് ആയിട്ട് എപ്പോഴും ഒരു ലോ റിസ്ക് ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനാണ് ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടങ്ങൾ ഉണ്ടാകാതെ ലാഭങ്ങളിൽ മാത്രം നിന്ന് കളിക്കാം. അതാണ് എൻ്റെ ബെനിഫിറ്റ്. പിന്നെ മ്യൂച്വൽ ഫണ്ടൊക്കെ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ 5-10 വർഷങ്ങളൊക്കെ ചുമ്മാ പോകും. ഒരു 20-22 വയസ്സിന് ശേഷം വർഷങ്ങൾ പോകുന്ന കണക്കെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിരിക്കും. അത് യൗവനങ്ങളാണ് ഏറ്റവും പെട്ടെന്ന് കടന്നു പോകുന്നത്. അപ്പോൾ കടന്നു പോയതിന് ശേഷം പിന്നീട് 10 വർഷം മുന്നോട്ട് ആലോചിച്ചിട്ട് അന്നത് ചെയ്യാമായിരുന്നു എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് കാര്യമില്ല. അതുകൊണ്ട് ബെസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ്, ഇപ്പം തന്നെ തുടങ്ങുക. എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നീടത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും. കാരണം സമയം എന്ന് പറഞ്ഞൊരു വില്ലനാണ്. സമയത്തിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്റർ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അപ്പോൾ സമയത്തിന് അതീതമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അവിടെ ഉറപ്പായിട്ടും റിട്ടേൺസ് വരും. സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമല്ലേ. ഇപ്പം മ്യൂച്വൽ ഫണ്ടൊക്കെ ചുമ്മാ അങ്ങ് ചെയ്ത് വെച്ചേക്കുക. ഒരു 10 വർഷം കഴിയുമ്പോൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു ലാഭം ഉണ്ടായിരിക്കും. ഡെയിലി ആഹാരം കഴിക്കുന്നവർ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു ലൈഫിൻ്റെ പാർട്ടാക്കുക. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ്സും ഇങ്ങനെ സ്വാഭാവികമായിട്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഒരു സിംഗിൾ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും മ്യൂച്വൽ ഫണ്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-20 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നല്ല റിട്ടേൺസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ റിസ്ക്കുകളുണ്ട്. ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ റിസ്ക്. അപ്പോൾ അതിലും വേറെ എന്തെങ്കിലും ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ നോക്കുക. സ്വാഭാവികമായിട്ടും നല്ല റിട്ടേൺസൊക്കെ വരും. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഒരുപാട് ആൾക്കാർ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട്. നല്ല ലാഭങ്ങൾ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ലാഭങ്ങൾ കുറയാം. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ ആസ് എ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ നഷ്ടങ്ങളുണ്ടായാലും ലാഭങ്ങളുണ്ടായാലും നമ്മൾ സഹിക്കുക തന്നെ ചെയ്യണം. പക്ഷേ റിസ്ക് എടുത്താൽ ഉറപ്പായിട്ടും അവിടെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. പക്ഷേ റിസ്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാകത്തുമില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് റിസ്ക് എടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ കാണുക. എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടൊക്കെ ചെയ്യുന്നത് ഇഷ്ടംപോലെ പ്രഗത്ഭരായിട്ട് ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യണം, ഏതൊക്കെ രീതി ചെയ്യണം എന്നുള്ള പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാകും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറോദയിൽ കോയിൻ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച് സിമ്പിളായിട്ട് മാസം മാസം EMI അടയ്ക്കുന്ന പോലെ തന്നെ ഇത് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. അപ്പം അത്രയും എഫോർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലാണ് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ അതിനകത്ത് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നതിനകത്തും കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഒരു മ്യൂച്വൽ ഫണ്ട് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ പിന്നീടൊരു വീഡിയോക്കകത്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാൻ തുടങ്ങാത്ത ആൾക്കാർ ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസൊക്കെ നമ്മൾ പിന്നെ ഇടുന്നതാണ്. അപ്പം താല്പര്യമുള്ള ആൾക്കാർ ഫോളോ ചെയ്യുക. അപ്പം ഹാപ്പി ഇൻവെസ്റ്റിംഗ്.